2018 തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം കഥാപ്രസംഗത്തിൽ എ ഗ്രേഡ് നേടിയ ദേവകിരണിന്റെ അനിയത്തി ദേവതീർത്ഥയാണ് വർഷങ്ങൾക്കിപ്പുറം തൃശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലോത്സവത്തിൽ അതേ മത്സരത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയത്. ഇപ്പോൾ സംഗീതജ്ഞനായ ജ്യേഷ്ഠന്റെ അതേ പാതയിൽ സഞ്ചരിക്കാനാണ് കൊല്ലം കരുനാഗപ്പള്ളി തഴവ AVGHS 8ാം ക്ലാസ് വിദ്യാർത്ഥിനി പി ദേവതീർത്ഥയുടെയും ആഗ്രഹം. ഈ സഹോദരങ്ങൾ കലോത്സവ വിശേഷങ്ങൾ കേരള വിഷൻ ന്യൂസുമായി പങ്കുവച്ചു. റിയാസ് കേമാറും ക്യാമറമാൻ അരുൺ മുഴക്കുന്നും തയ്യാറാക്കിയ വാർത്ത കാണാം. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത, അത് 2018 സ്കൂൾ കലോത്സവത്തിനുമായി ഒരു പ്രത്യേകതയുണ്ട്. രണ്ടും തൃശ്ശൂരിലാണ് നടക്കുന്നത് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അതിനു പുറമെ ഈ രണ്ട് കലോത്സവങ്ങളിലും ഈ കഥാപ്രസംഗത്തിൽ, ഹൈസ്കൂൾ വിഭാഗം കഥാപ്രസംഗത്തിൽ എ ഗ്രേഡ് നേടിയ രണ്ട് വ്യക്തികൾ തമ്മിൽ വലിയൊരു സാമ്യതയുണ്ട്. അവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. 2018 സ്വന്തം ജ്യേഷ്ഠൻ എ ഗ്രേഡ് നേടിയ അതേ ഇടത്ത് നിന്ന് വന്ന് ഇത്തവണ കഥാപ്രസംഗത്തിൽ എ ഗ്രേഡ് നേടിയിരിക്കുകയാണ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയായിട്ടുള്ള തഴവ സ്കൂളിലെ ദേവതീർത്ഥ പറ, സ്വന്തം ചേട്ടൻ്റെ ആ ഒരു റെക്കോർഡ് ഇത്തവണ നമ്മൾ ഇനി അടിച്ചു മാറ്റുമോ? 3 തവണയാണ് ചേട്ടൻ എ ഗ്രേഡ് നേടിയത്. ഇത് ആദ്യത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. അതെ അതെ, എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തൃശ്ശൂർ തന്നെയായി. ഭയങ്കര സന്തോഷം. അതെ, ചേട്ടൻ ദേവതീർത്ഥല്ലേ? ദേവകിരൺ. ആ, ചേട്ടൻ മ്യൂസിക് ഒക്കെ പഠിപ്പിക്കും, തബലിസ്റ്റാണ്, കഥാപ്രസംഗം പറയും, കാതികനായിരുന്നു. പിന്നെ മോണാക്ട് ഒക്കെ ഇപ്പോൾ പഠിപ്പിച്ചു കൊടുക്കും. ചേട്ടൻ ദേവകിരൺ ഇവിടെ ഉണ്ട്. എടാ, നീ ആദ്യം ഇവിടെയല്ലേ വന്നത്? എൻ്റെ ആദ്യത്തെ കലോത്സവം തൃശ്ശൂർ തന്നെ ആയിരുന്നു. 58ാമത്തെ കലോത്സവം, അതായത് 2018. അന്ന് ഞാൻ റിപ്പോർട്ടിങ്ങിനുണ്ടായിരുന്നു. ഒരുപാട് സാധ്യതകളുണ്ടല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അനിയത്തി ആദ്യത്തെ കലോത്സവം തൃശ്ശൂർ തന്നെ വരുമ്പോൾ എന്താ നിൻ്റെ ഫീലിംഗ്? എന്താ? അത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. കാര്യം നമ്മൾ തുടങ്ങിയിടത്തു നിന്ന് തന്നെ നമ്മുടെ ബാക്കിയായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ മാത്രമല്ല, അത് പിന്നെയും ഒന്നുകൂടെ ആദ്യ കഥാപ്രസംഗം അതന്നെ. അതെ അതെ, അതൊരു ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ മോണാക്ട് ആണെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ മോണാക്ടിന് സെക്കൻഡ് ആയിപ്പോയി. ഒരുപാട് വിഷമമായിപ്പോയി. പക്ഷേ കഥാപ്രസംഗത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടില്ലേന്ന് ഇവിടെ വന്ന് കറക്റ്റ് അതേ ഇടത്ത് തന്നെ വന്ന് എ ഗ്രേഡൊക്കെ വാങ്ങിക്കുമ്പോൾ കൈയൊക്കെ കിടന്ന് നിറയ്ക്കുക. അല്ല, ഈ മോണാക്ടിൽ സെക്കൻഡ് ആയാലും എന്തിനാ വിഷമിക്കുന്നത്? അല്ല, അങ്ങനല്ല, നമ്മൾ കുറേ 2 മാസം കഷ്ടപ്പെട്ട് പഠിച്ച്. വേറെ കാര്യമുണ്ട്. എന്താണെന്ന് പറയും, ഞാൻ പറഞ്ഞുതരാം. ഈ റെക്കോർഡിംഗ് സമയത്ത് നിന്റെ ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. നമ്മൾ ഗന്ധർവ ഗായകൻ എന്ന് വിളിക്കുന്ന, ഗാനഗന്ധർവൻ എന്ന് വിളിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം മലയാളിക്ക് സമ്മാനിച്ച യേശുദാസ്. അറിയോ? അതുകൊണ്ട് മോണാക്ടിലെ 2ാം സ്ഥാനം ഒന്നും വലിയ കാര്യം അല്ല കേട്ടോ. അതുകൊണ്ട് ഉഷാറാവണം കേട്ടോ. ആ വിഷമം മാറിയില്ലേ? മാറി. പാട്ട് പാടുവോ? പാട്ട്. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല, പൊട്ടുകുത്താനറിയില്ല, കണ്ണെഴുതാനറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വടക്കരളുള്ള പാവാടക്കാരി. കലക്കി കേട്ടോ. ഏതാ സ്കൂൾ? ഏതാ പറഞ്ഞ മോള്? തഴവ AVGHS തഴവ. തഴവ 8ാം ക്ലാസ് അല്ലേ? ഇനി മത്സരം ഉണ്ടല്ലോ അല്ലേ? ഇനി ഭരതനാട്യം ഉണ്ട് നാളെ. ഭരതനാട്യം അറിയത്തില്ല. ഭരതനാട്യം മത്സരത്തിലും ഉഷാറാവട്ടെ അല്ലേ? ഇനി പിന്നെ എന്താണ് ഇനിയിപ്പം ഫ്യൂച്ചർ പ്ലാൻ? എന്താ ഇന്ദുചൂടൻ്റെ? ഞാനിപ്പം കറൻ്റ്ലി MCA ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമൃതയിലാണ്. അപ്പോൾ ജോബൊക്കെ നോക്കുന്നുണ്ട്. പാരലായിട്ട് തന്നെ മ്യൂസിക് കൊണ്ടുപോകണം. ഇപ്പോൾ 2 മാസത്തിനകത്ത് വെച്ചൊരു പുതിയ ഓൺ കമ്പോസിഷൻ ഇറക്കാനുള്ളൊരു പ്ലാനിലാണ്. അനിയത്തി പാടി, അപ്പോൾ ചേട്ടൻ പാടാതിരുന്ന മോശമാണ്. ഏതാ പാട്ട് പാടുന്നത്? ഓക്കെ, പാടാം. കളിയും ചിരിയും നിറയും കനവിൽ ഇളനീരൊഴുകി കുളിരിൽ, തണലും വെയിലും പുണരും തൊടിയിൽ, മിഴികൾ പായുന്നു കൊതിയിൽ, കാണാനുള്ളിലുള്ള ഭയമോ കാണാനിറയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ, രാക്കടമ്പിൻ ഗന്ധമോടെ രാക്കിനാവിൻ ചന്തമോടെ വീണ്ടും ചേര.
എന്തായാലും കലക്ക്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് ഒരു ട്രൂപ്പൊക്കെ പ്രതീക്ഷിക്കാവോ? പ്രതീക്ഷിക്കാം. അല്ലേ? പിന്നെ പ്രതീക്ഷിക്കാം. ഒരു വലിയൊരു മ്യൂസിക് ബാൻഡ് തന്നെ ഈ സഹോദരങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ. ഇത് കേവലം കലോത്സവ വേദികളിൽ മാത്രം ഒതുങ്ങുന്ന സഹോദരങ്ങളായിരിക്കില്ല എന്ന് ഇവരുടെ കഴിവുകൾ എന്തോ പറയണ്ട പറ. ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ആണോ? ആ, അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് മ്യൂസിക്. ഒരു മ്യൂസിക് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ രണ്ടാമത്തെ ബ്രാഞ്ച് ശ്രീ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി KN ബാലഗോപാൽ സാർ കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത്തെ ബ്രാഞ്ചാണ്. ആദ്യത്തെ ബ്രാഞ്ച് കരുനാഗപ്പള്ളിയായിരുന്നു. കൊട്ടാരക്കര നെടുവത്തൂർ നമ്മൾ ഓപ്പൺ ചെയ്തു പുതുതായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അതാണ്. ഇവർ കേവലം കലോത്സവ വേദികളിൽ മാത്രം ഒതുങ്ങുന്ന രണ്ട് സഹോദരങ്ങളായിരിക്കില്ല. നാളെ കേരളത്തിൻ്റെ കലാഭൂമികയിൽ ഉയർന്നു വരുന്ന രണ്ട് പ്രതിഭകളായിരിക്കുമെന്ന് ഇവരുടെ പാട്ട് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ? അങ്ങനെ വലിയൊരു പ്രതിഭകളായി ഉയർന്നു വരട്ടെ. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.